ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ അധികാരത്തിൽ വരും. വെള്ളാപ്പള്ളി നടേശൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലായ്പ്പോഴും ശരിയല്ലെന്നും 4-ാം തീയതി വരെ കാത്തിരിക്കുന്നതല്ലേ ശരിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ വരുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഒരുപക്ഷെ അത് തൻ്റെ ആഗ്രഹമായിരിക്കാമെന്നും കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും LDF വരുമെന്നാണ് കണക്കുകൂട്ടൽ. ലീഗ് നേതാക്കൾ പറയുന്നത് സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടത്, ലീഗ് അല്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ലീഗായിരിക്കും ഭരിക്കുന്നത്. UDF വന്നാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ തെളിവാണിത്. മാറാട് ആവർത്തിക്കും. ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല. പെട്ടിപൊട്ടിച്ചാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും വേണമെന്ന് പറയും. UDFിലെ ഘടകകക്ഷികൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇടതുപക്ഷം തോറ്റാൽ ജനാധിപത്യം തോറ്റു എന്നാണ് അർത്ഥം. അവിടെ മതാധിപത്യം ജയിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഹോമവും തുലാഭാരവും നടത്തുന്ന നേതാക്കളാണ് ഇവരൊക്കെ. അധികാരത്തിൽ വന്നാൽ എന്താകും അവസ്ഥ? KC വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും പരവശരായി നടക്കുകയാണ്. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോരായ്മകളുണ്ടായി എന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. 10 വർഷം ഭരണത്തിലിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. താഴെത്തട്ടിലുള്ളവരായ LDF അണികൾ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ LDFന് വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല. BJP നല്ല പ്രകടനം കാഴ്ചവെച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം മികച്ചതാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചേക്കും. BJP പിടിക്കുന്ന വോട്ടുകൾ 2 മുന്നണികൾക്കും തിരിച്ചടിയാകും. പിണറായി ഒരു ശുദ്ധനാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശരിയല്ല എന്നതാണ് പ്രശ്നമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി പലതും അറിയുന്നില്ല. ആലപ്പുഴ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥി നിർണയം പാളി. അതിൽ നിരാശനായിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിച്ചു കയറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത് പാകിസ്ഥാനല്ല, കേരളമാണ്. കൂടെ നിൽക്കാത്തവരെയൊക്കെ ലീഗ് ശത്രുവാക്കുകയാണ്. കൂടെ നിന്നപ്പോൾ എന്നെ പൊക്കിക്കൊണ്ട് നടന്നില്ലേ? കൂടെ നിൽക്കാത്തപ്പോൾ എൻ്റെ കോലം വരെ കത്തിച്ചു. ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിം സമുദായത്തെ വിമർശിച്ചു എന്നാക്കി മാറ്റുന്നു. മലപ്പുറം ലീഗിൻ്റെ രാജ്യമല്ല. അത് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല. UDF അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.